നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആരും ആരുടെയും പശുവിന്റെ പേര് തല്ലിക്കൊല്ലാറില്ല. നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീമാര് വെളിയിറങ്ങിയാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കും. എന്റെ ഉദ്ദേശം പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. മധുവിന് 1.5 ലക്ഷം രൂപ സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കതോ ഗവൺമെന്റ് സംഘപരിവാറെല്ലാം കൂടെ ഞങ്ങളെ ഇവിടുന്ന് കൊല്ലാൻ വരുന്നു, ഇത് ഇവിടുത്തെ എന്താണ് പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു, ഇവിടെ വംശഹത്യ നടത്താൻ പോകുന്നു, കൊല്ലാൻ വരുന്നു, തിന്നാൻ വരുന്നു, ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കി ആ ഒരു ഭീതിയുടെ നിഴലിൽ ആ ഒരു എൻ്റെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വൃത്തികെട്ട മത നേതൃത്വവും അവരുടെ ഇടയിലെ ഈ SDPI പോലുള്ള തീവ്രവാദി സംഘടനകളും നിലനിൽക്കുന്നത് തന്നെ. അവരുടെ മനസ്സിൽ ആ ഭീതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതായി കൂടുതൽ ആ ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ മാറിയാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ വളരെ ആസൂത്രിതമാണ്, വളരെ ഇനിയിപ്പോ നോക്കൂ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കൂ. ഇപ്പൊ ഈ കുട്ടി ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇനി ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ, ക്രിസ്ത്യൻ മാനേജ്മെന്റോ മറ്റേത് മാനേജ്മെന്റ് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അവർ 10 വട്ടം ചിന്തിക്കും. ഈ സ്കൂളിന്റെ അനുഭവം മുമ്പിൽ നിൽക്കും. ഒരു മുസ്ലിമിന് ജോലി കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാപനത്തിന്റെ മേധാവികൾ പലവട്ടം ആലോചിക്കും. ഇതാണ് അവർക്ക് വേണ്ടത്. ഒരു മുസ്ലിമിന് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ വരുമ്പോൾ കഴിയുന്നത്ര അത് ചെയ്യാതിരിക്കുന്ന ഒരു മനോഭാവം സഹോദര സമൂഹങ്ങളിൽ ഉണ്ടാകും. അത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സമൂഹം കൂടുതൽ ഒറ്റപ്പെടാൻ സഹായിക്കുക. ആ ഒറ്റപ്പെടലിലാണ് ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവരുദ്ദേശിച്ചത് ആ ഉദ്ദേശം നടന്നിട്ടുണ്ട്. അതിന് ഇവിടുത്തെ ആഭാസ മന്ത്രി എന്ന് അയാളെ പറയാൻ പറ്റുള്ളൂ. വൃത്തികെട്ടത് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി ഈ രീതിയിലുള്ള പ്രസ്താവനയും കൂടെ സമീപനം കൂടെ എടുത്തു. ഇതെല്ലാം കൂടെ ചേർന്ന് സത്യത്തിൽ നമ്മൾ ലജ്ജിക്കണം മഞ്ജുഷേ, പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്. ഇപ്പൊ രാഹുൽ ഈശ്വർ ഇവിടുത്തെ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിനെ പറ്റി പറഞ്ഞു. ഒരു മണ്ണാം കട്ടയുമില്ല, ഒന്നുമില്ല ഇവിടെ ഇത്രയധികം മതവർഗീയ ചേരിതിരിവും ചിന്താഗതികളുമുള്ള ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ അങ്ങനെ പറയല്ലേ, മതസൗഹാർദ്ദത്തോട് കൂടി തന്നെ ജീവിക്കുന്നവരാണ്. അല്ലല്ല, ആത്മരോഷം കൊണ്ട് പറയുന്നതാണ് മഞ്ജുഷേ, വിഷമം കൊണ്ട് പറയുന്നത്. ഞാനും കൂടെ ജീവിക്കുന്ന കേരള സമൂഹമാണിത്. എനിക്ക് ഈ പറയുന്ന പോലെ സർക്കാർ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആരും ആരുടെയും പശുവിന്റെ പേര് തല്ലിക്കൊല്ലാറില്ല. നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീമാര് വെളിയിറങ്ങിയ നമ്മൾ പോയി ഒരു ആദിവാസിയെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം മോഷ്ടിച്ചൊരു ആദിവാസിയെ തല്ലിക്കൊന്ന നാടായത്. ഒരു അധ്യാപകന്റെ കയ്യും കാലും വെട്ടിയെരിഞ്ഞ നാടായത്. കൂടുതൽ വർത്തമാനം പറയരുത്. ആ മധുവിന് 1.5 ലക്ഷം രൂപ എനിക്ക് സൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫിൻലാൻഡിൽ ഒരു പ്രോഗ്രാം ഇരിക്കുകയാണ്. എനിക്ക് 1 മിനിറ്റ് മതി. മധുവിന് ആദ്യമായിട്ട് 1.5 ലക്ഷം രൂപ എത്തിച്ചത് ഞാനാണ്. അതുകൊണ്ട് മധുവിന്റെ കാര്യവും മധുവിന്റെ വീട്ടിലെ കാര്യവും എനിക്കറിയാം. 2 നമ്മുടെ കേരളം, നമ്മുടെ നാടിന്റെ സാർ പറഞ്ഞോട്ടെ സാർ. അതുകൊണ്ടാണ് സാർ പറഞ്ഞോട്ടെ. പെൺകുട്ടികളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിട്ട് ആ കേസ് സാർ ആയിക്കോട്ടെ.
അതുകൊണ്ടാണ് ശ്രീ രാംനാഥ് കോവിന്ദ് അതുകൊണ്ട് വലിയ വർത്തമാനം RSSന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഞാൻ ക്രിസ്ത്യൻ മുസ്ലിം ഞാൻ സഹോദരങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം എനിക്ക് എന്റെ നാടിനെ സഹോദരങ്ങൾ വിമർശിച്ചുകൂടെ? സഹോദരങ്ങൾ എന്റെ നാട്ടിലെ സാമൂഹിക അവസ്ഥ എനിക്ക് പറഞ്ഞുകൂടെ? അത് കറക്റ്റാണ് സമവായം എനിക്ക് കണ്ടെത്തണം. ഉൾക്കൊണ്ട് പറഞ്ഞുകൂടെ? 3-4 ദിവസമായിട്ട് ആ തിരുവസ്ത്രമുള്ളവരോട് എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പല കേരളം? സ്ഥലങ്ങളിലും സമൂഹം അങ്ങനെയല്ല. ബാക്കി എങ്ങനെയാണ് ആ തിരുവസ്ത്രത്തിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുവസ്ത്രത്തിനെ പറ്റി ബോധമുണ്ടാണോ എന്നെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും സംഭവിക്കണം. ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ക്രൈസ്തവ മാനേജ്മെന്റുകൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഭയക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു വരുന്നുവെന്ന്. അതാണല്ലോ, അത് തുറന്നു പറഞ്ഞാൽ മതിയല്ലോ, അതാണല്ലോ കാര്യം. ഇനി പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമല്ലല്ലോ, ആർക്കും കടന്നു വരാമല്ലോ. നേരത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, ജനം ചാനലിന്റെ അതേ രീതിയിലേക്ക് ന്യൂസ് 18 തരം താണു എന്ന് പറഞ്ഞത് ആങ്കർ പറയുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആങ്കറെ സംസാരിക്കുന്നു. മറച്ചു പിടിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. SDP യുടെ പേര് പറയാൻ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഫാദർ തിരുത്തട്ടെ, മുസ്ലിം കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കരുത് എന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രചാരണം അത് ശരിയല്ലത്, അങ്ങനെ നടത്തരുത്. കൃത്യമായി ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുക, അകൽച്ച ഉണ്ടാക്കുക എന്ന ലൈനിലാണ് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംശയിക്കരുത്. ആദ്യത്തെ റൗണ്ടില് ഞാൻ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ മനുഷ്യൻ പറയാൻ തയ്യാറില്ല. 4 മാസം ഒരു പ്രശ്നവും ഇല്ലാതിരുന്നത് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെ പൊട്ടിമുളച്ചു വന്നു എന്നുള്ളതിനെ പറ്റി ഇവർ പറയാൻ തയ്യാറല്ല. 4 മാസം മതബോധമില്ലായിരുന്നോ? ഇതൊന്നും പറയാൻ ഇവർ തയ്യാറല്ല. ഇതൊന്നും അഡ്രസ് ചെയ്യാൻ, ഈ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാനും തയ്യാറല്ല. ഇവർക്ക് വേണ്ടത് സമൂഹത്തിൽ കൃത്യമായ സ്പർദ്ധ ഉണ്ടാക്കുക, അകൽച്ചയുണ്ടാക്കുക, ആ ഒരു മുഴുവൻ സമൂഹത്തിനെയും പൊതുസമൂഹത്തിനെയും ഒറ്റപ്പെടുത്തുക, എന്നിട്ട് അതിനകത്ത് അഭിനയിച്ച് ജീവിക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. പേടിക്കലടാ ആണുങ്ങളെ വില കളയാൻ. 4 മാസം എവിടെ? ഈ 4 മാസം മതബോധം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെയുള്ള 100 കണക്കിന് കുട്ടികൾക്ക് മതബോധം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ കണ്ട കഴിഞ്ഞ 10-40 വർഷമായി കൃത്യമായ ഒരു യൂണിഫോം ചിട്ടയിൽ നടന്നു പോകുന്ന ആ സ്കൂളിൽ ഇക്കണ്ട കാലം മുഴുവനും പഠിച്ച കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികൾക്ക് മതബോധം ഇല്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ആരെയാണ് നിങ്ങൾ ഈ വിഡ്ഢികളാക്കുന്നത്? ആരെയാണ്? ഞാൻ ആശങ്കപ്പെടുന്നു എന്റെ നാടിനെ പറ്റി. എന്റെ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ടെൻഷനുണ്ട്, ആശങ്കയുണ്ട്, ഭയമുണ്ട്. എന്നാടാ ഇവങ്കല്ല ഇപ്പടി കേരളം ഒട്ടാകെ ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കും. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.